ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ ഫുഡ് ആൻഡ് ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുട്ടിക്കാനം വരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ചെന്നിട്ട് നോക്കാം നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടോയെന്ന്. ഓക്കെ, ഇപ്പം നമ്മൾ മുണ്ടക്കയം അടുക്കാറായിട്ടുണ്ട്. പാരത്തോട് കഴിഞ്ഞ് മുണ്ടക്കയത്തിനിടയ്ക്കുള്ള മുണ്ടക്കയത്തിനിടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. നല്ല രസമായൊരു സ്ഥലമായതുകൊണ്ട് ഞാനൊന്ന് നിർത്തി നോക്കിയതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പെരുവന്താനം കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിലെത്തി. ഇവിടെ ലോക്കലി ഇതിന് പറയുന്നത് നിന്നുമുള്ളിപ്പാറ എന്നാണ്. കുട്ടിക്കാനത്തിന് ഇവിടുന്ന് ഏകദേശം 4 കിലോമീറ്റർ ആണുള്ളത്. ഇപ്പോൾ നമ്മൾ കുട്ടിക്കാനം എത്തുന്നു. ഇത് ഇടുക്കി ജില്ലയിലാണ് കുട്ടിക്കാനം. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഇടുക്കി ജില്ലയിലാണ് കുട്ടിക്കാനം. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് സീ ലെവലിൽ നിന്ന് 3500 അടി ഉയരത്തിലാണ്. ഇത് പീരിമേഡ് ടെറിട്ടറി വരുന്നതാണ്. നമ്മൾ കുട്ടിക്കാനം ടൗണിലോട്ട് എത്തുവാണ്. ടൗണിൽ നിന്ന് നമ്മൾ വാഗമൺ റൂട്ടിലോട്ട് തിരിഞ്ഞു പോകാനാണ്. വാഗമൺ റൂട്ടിൽ വന്നിപ്പം മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഭാഗത്തെത്തി. അവിടെ നിന്ന് നേരെ പിന്നെ അപ്പോൾ തന്നെ അവിടെ എസ്റ്റേറ്റ് റോഡുണ്ട്. എസ്റ്റേറ്റ് റോഡിലോട്ടൊക്കെ ഒന്ന് നോക്കി അവിടെ ഇച്ചിരി നല്ല വ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നേരെ എസ്റ്റേറ്റ് റോഡിലോട്ട് വിടാം. ഇത് ആഷ്ലി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ AVG ഗ്രൂപ്പിന് ഞാൻ തോന്നുന്നു. ആഷ്ലി എസ്റ്റേറ്റ് എന്ന് അവിടെ ഒരു ബോർഡ് കണ്ടു. അപ്പോൾ അതിന് ആ എസ്റ്റേറ്റിലോട്ട് കയറിയിരിക്കുകയാണ്. ആഷ്ലി ഗ്രൂപ്പിൻ്റെ ആഷ്ലി ബംഗ്ലാവ് ഒക്കെ ഈ റൂട്ടിലാണ്. മദാമക്കുളം ഒക്കെ പോകുന്ന ഈ റൂട്ടിലാണെന്നാണ് പറഞ്ഞത്. ഇത് ഓഫ് റോഡ് വെഹിക്കിൾ മാത്രമേ പോകത്തുള്ളൂ. ഞങ്ങൾ കുറച്ച് ദൂരം വന്നിട്ട്
നാട്ടുകാരോട് ആരോട് ചോദിച്ചിട്ട് അവർ പറഞ്ഞു നമ്മുടെ വണ്ടി അതിലേ പോകത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പയ്യെ തിരിച്ചു പോവാം. ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ വഴിയിലൊക്കെ നല്ല സുന്ദരി കുട്ടികളായ പശുക്കുട്ടികളെയും ഒക്കെ കാണുന്നു. ഞങ്ങൾ നേരെ പരുന്തുംപാറയിലേക്ക് വിടുകയാണ്. ഇപ്പം നമ്മൾ പരുന്തുംപാറ എത്തിയിരിക്കുകയാണ്. ഇനി അവിടുത്തെ നല്ല അടിപൊളി കാഴ്ചകൾ കാണാം. ഇന്ന് നമ്മൾ വന്നപ്പം ഇവിടുത്തെ പരുന്തുംപാറയിൽ മഞ്ഞ് തീരെയില്ല, മഞ്ഞില്ല, ഒരുമാതിരി നല്ല വെയിലാണ്. പക്ഷേ നല്ല തണുത്ത നല്ല കൂൾ ക്ലൈമറ്റാണ്. നമുക്ക് ഈ ഇവിടുത്തെ ഓരോ കുന്നുകളുടെയും പല പല കുന്നുകളുടെയും മുകളിൽ കൂടെ ഇറങ്ങി അങ്ങ് താഴ്വാരം വരെ പോവാം. നല്ല നല്ല രസമായിട്ട് നടക്കാനൊക്കെ നല്ലതായിട്ട് നടക്കാനുണ്ട്. 3-4 മണിക്കൂർ മിനിമം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും നല്ല സ്ഥലങ്ങളുണ്ട്. ഈ ഓഫ് റോഡ് വെഹിക്കിളിലൊക്കെ വരുന്നവർക്കാണെങ്കിൽ ചില കുന്നുകളെ കൂടെ ഒക്കെ വണ്ടി ഓടിച്ച് കയറ്റി ചിലർ പോകുന്നുണ്ട്, ചിലർ പട്ടം പറത്തുന്നുണ്ട്. നല്ല നല്ല രസമായ സ്ഥലങ്ങൾ. അതായത് നമുക്ക് സാധാരണഗതി മഞ്ഞുള്ള ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഫുള്ള് ഒന്നും കാണത്തില്ല, തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും കാണത്തില്ല. ഇന്ന് മഴയില്ല, മഞ്ഞുമില്ല, നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങ് നല്ല ദൂരെ, നല്ല വളരെ ദൂരെയായിട്ട് നല്ല ഒരേ നിരപ്പിലുള്ള മലകൾ തന്നെ ഒരേ നിരയിലുള്ള ഇത് നമ്മളിവിടെ നിന്ന് നോക്കിയാൽ കാണാം. നല്ല രസകരമായ കാഴ്ചയാണ്.
ഞാൻ എന്തായാലും നടന്നു നല്ലതായിട്ട് ക്ഷീണിച്ചു. ഇനിയിപ്പം നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോവാണ്. അപ്പം ഇനിയിപ്പോൾ തിരിച്ചു പോകാനുള്ള സമയമായി. അപ്പോൾ ഞാൻ പകുതി എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. ഓക്കെ, അതുവരേക്കും ബൈ.